ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനും ഇന്ന് എൻ്റെ അനിയത്തി അവൾക്ക് ഇടയ്ക്ക് എക്സാമൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയായിരുന്നു എൻ്റെ അനിയത്തി. സോ ഞങ്ങൾക്ക് ഒരിടം അങ്ങനെ ഞങ്ങൾ കറങ്ങും മാക്സിമം ഞങ്ങൾ പറ്റുന്ന പോലെ ഞങ്ങൾ അവളുടെ എക്സാം പ്രിപ്പറേഷന് കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ മാക്സിമം കറങ്ങും. പക്ഷേ നമുക്കിനി കുറേയും കൂടെ ഇത് ചെയ്യാണ്, കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല ഇടയ്ക്ക് വെച്ച്. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇനി അവസാനം 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അമ്പലത്തിൽ പോയി. അപ്പോൾ ഇന്നിനിപ്പോൾ ഞങ്ങൾ ലുലു മാളിൽ പോകാമെന്ന് വെച്ചു. പിന്നെ ഇപ്പം ഇന്ന് ലുലു മാളിൽ പോകണം, സിനിമ കാണാൻ പോകണം. ഇന്നും കൂടെ ഉള്ളു. നാളെ ഞാൻ പോവുക, രാവിലെ പോവാം. 6:45 ആകുമ്പോൾ എനിക്ക് ട്രെയിനുണ്ട്. ഞാൻ അപ്പോൾ പോവും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ലുലു പോകാൻ വേണ്ടി മണ്ണാറശാല ഞങ്ങൾ മക്കളും ഞാനും എല്ലാവരും കൂടെ. നാളെ ഞാൻ പോവേല്ലേ. എനിക്കറിയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒട്ടും പറ്റും. എനിക്കിപ്പോൾ തന്നെ വിശന്ന് തുടങ്ങി. വിശം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് അമ്മ വാരി തന്നോണ്ടിരിക്കുക. വീഡിയോ എടുക്കണം, സംസാരിക്കണം, വീഡിയോ ഞങ്ങൾക്ക് വാരിക്കെടുക്കണം. നമുക്ക് ഓക്കെ. ഇന്നലെ ഫുള്ള് എൻ്റെ അമ്മേനെ കാറിടിച്ചു. രാവിലെ പോയി ഞങ്ങൾ വന്നത് രാത്രി. ഭയങ്കര ഇതാണ്. അടഞ്ഞിട്ട് പോവാ. എന്നെ പോലെ മേ ബി അതെ. ഓൾറെഡി അവിടെ നിന്ന് എടുത്തായിരുന്നു. റൂമിൽ വീട്ടിൽ ഇരുന്നവോ അമ്മയുടെ എടുത്തിരുന്നവോ. നമ്മളങ്ങനെ ലുലു വളർത്തി വരുന്ന വഴിക്ക് ഞാനൊരു പാലസ് കണ്ടു. ആ പാലസിൽ നിന്ന് ഒരു പ്രിൻസസിനെ എടുത്തോണ്ട് ഇങ്ങ് പോകുന്നു. ഞാനാണ് ഗൈസ് ആ പ്രിൻസസ്. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, ഗെറ്റപ്പേ ഉള്ളൂ. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, കാണാൻ ലുക്കുണ്ടെന്ന് വെറും പറയാൻ കൂടെയാണ്. അതെ അതെ അതെ. നമ്മളിവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം പുതുതായിട്ട് പോകത്ത അവിടെ ചെന്ന് ഫോട്ടോ എടുക്കണം. കണ്ടുപിടിക്കണം, മൈക്ക് എടുക്കാൻ. നീ എടുക്കില്ലല്ലോ. ഞങ്ങൾ പോയി വീഡിയോ ഒക്കെ എടുക്കാം. അടി ഉണ്ടാക്കാനേ സമയം കിട്ടിയില്ല, അപ്പോഴാണ് എനിക്ക് മൈക്ക് എടുക്കുന്നത്. സ്റ്റെപ്പാണ് കയറുന്നത്. നമ്മളിപ്പോൾ യുണീക്കായിരിക്കണം. എങ്ങനെ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ പടിയേറാൻ പറ്റും. നമ്മൾ പടിയേറണം, വെറുതെ ഈ ഇതൊക്കെ ഉപയോഗിക്കണേ കാര്യമില്ല. അക്ക ഇപ്പം എവിടെ പോണക്ക? ഫ്രണ്ടിൽ നടക്കെ വീഡിയോ എടുക്കട്ടെ. നടാ അക്ക, കുഴപ്പമില്ല അക്ക, നടന്നോ. ഗൈസ്, ഒരു ഇൻട്രോവേർട്ടിൻ്റെ അങ്ങനെ അതാണ് ഞാൻ പിടിക്കുക. വേണ്ടേ നടന്നാ മതി. ഒരു ഇൻട്രോവേർട്ടിൻ്റെ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ടാണല്ലോ പ്രശ്നം. ഞാൻ പക്ക ഇൻട്രോവേർട്ട് അല്ലാത്തതാണ് യൂട്യൂബ് ചാനൽ. അയ്യേ ചുമ്മാ അല്ല, ഒരു തള്ളാണ്. എന്നെ പരിചയമുള്ള ആരും പറയില്ല ഞാൻ ഇൻട്രോവേർട്ട്. ഓക്കെ ഗൈസ്, ബൈ. ഫോട്ടോ എടുക്കാൻ പോകണം, ഫോട്ടോ എടുത്തിട്ട് കാണാം. ഇടയിൽ ഫോൺ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ എല്ലാം കൊള്ളായിരിക്കുന്നത്. പിന്നെ അതെ അതെ, കാണാൻ കൊള്ളാനല്ലേ. ചീപ്പിട്ട് ചെയ്യാതെ. റെഡിയാവും റെഡിയാവും. നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഇതിനകത്തിട്ട് വെക്കണം. ഫസ്റ്റ് ടൈം ആണ്. നല്ല ഒരു അടുത്ത ടൈം പോകുമ്പോൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. ഈ 2 സ്റ്റെപ്പിനും കൂടെ 199 റേറ്റ് വരുന്നത്. അതായത് നമ്മുടെ ഫണ്ടൂറയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ? ഫണ്ടൂർ ഓപ്പോസിറ്റ് അല്ല, ഫണ്ടൂറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി അടിപൊളി അടിപൊളി. ഇതെന്തായാലും ഒരു തവണയിൽ എക്സ്പീരിയൻസ് ചെയ്യണം. 2 സ്റ്റെപ്പിന് 199. 4 സ്റ്റെപ്സ് ഉണ്ട്, 6 സ്റ്റെപ്സ് ഉണ്ട്. പെട്ടെന്നേ ഒരു എവിടെ എത്തിയ പോലെ, കൊറിയയിലെത്തിയ പോലെ നൈസായിരുന്നു. അതെ, കുറച്ച് സാധനങ്ങളൊക്കെ അവർ എന്തെങ്കിലും ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. കൊറിയയിലൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് കുറേ എടുത്തിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ അതില്ല. അതൊരു കുറേ ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് 4 ചൂസ് ചെയ്യാനേ പറ്റുള്ളെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൽ നമ്മൾ ഒരിക്കൽ എടുത്തെങ്കിൽ ആ ഫോട്ടോ സെലക്റ്റഡ് ആണ്. ആ ഫോട്ടോയുടെ പ്രിൻ്റ് ആയിരിക്കും നമ്മളെ കയ്യിൽ വരണം. അതാക്കി കുറച്ചിങ്ങനെ ഇത് കൈ വായനിക്കുന്നതാണ്. അതുകൊണ്ട് പക്ഷേ ഇത് അടിപൊളി, നല്ല രസമുണ്ട്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡെലിവർക്ക് വിശക്കുന്നത് കളിക്കാൻ വാങ്ങാൻ പോകണം. നീ വാങ്ങാൻ പോകണേ, നമുക്ക് ഓർഡർ ചെയ്ത് അവിടെ വേണമെങ്കിൽ കയറി. നശിപ്പി ഓക്കെ ബൈ. നമ്മൾ പോയി കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാം. പക്ഷേ ഇതിൽ കേരളത്തിൽ സഹായം അത് വേണം.
വെറൈറ്റി സാധനം വാങ്ങണം. മോമോ ഇവിടെ വന്നിട്ട് കഴിക്കാൻ പറ്റുമോ ഈ കുട്ടിയുടെ? നീ ഇത് കഴിച്ചോ? വിശക്കേ ഇല്ലേ? ഏത് ചിക്കൻ ഏതോ ഒരു റോളും വാങ്ങിച്ചു. വലിയൊരു പൊട്ടിക്കിട്ട് വലിയ ബില്ല് പെട്ടെന്ന് പറഞ്ഞേ. അക്ക വരണ വരെ സമയത്ത് നമുക്ക് ചിക്കൻ കഴിക്കാം. ചിക്കൻ ഫ്രം ചിക്കൻസ്. കുറേ നേരം ഞാൻ ഒറ്റയ്ക്ക് എടുത്തിട്ട് നമുക്ക് കഴിക്കാൻ അറിയാതെ നമുക്ക് ഒന്നും ഞാൻ കണ്ടതുമില്ല. നല്ല പൊളിക്കാൻ പറ്റാത്ത ഊട്ടിക്കത്തെ ഇതിനകത്ത് വേറെ ചില്ലി പോട്ടെ. കൊള്ളാമോ? കൊള്ളാം നൈസ്. ഈ മൈനസിനകത്ത് കാണുന്നില്ല. നമ്മൾ ചൈനയെ പോലെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടുവരുന്ന വഴിക്ക് നമ്മൾ കഴിച്ചു വെക്കട്ടെ. അത് കാണുന്നത് ചിക്കൻ കഴിച്ചു വെക്കില്ലല്ലോ. എടുത്തോക്കാം. ഇതാണെങ്കിൽ അപ്പുറത്തേക്കുന്നവരെയൊക്കെ കാണാം. ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെ എന്താ തല കണ്ടതാണ്. അതൊക്കെ ചെയ്യാൻ പറ്റും. വിട്ടാണ് കഴിയും. ഇതിനകത്തോട്ട് കുറച്ച് സോസ് ഒഴിക്കും. മതി മതി. ബൈ. റെഡിയാ? അവള് റെഡിയായ റെഡിയാവും. അത് ഞാൻ റെഡി ആണെന്നെ ചോദിച്ചു. എനിക്ക് സമയമില്ലവാ. എനിക്ക് സമയം പിന്നെ കുറേ ഉണ്ടല്ലോ. ഞാൻ നിന്റെ വീട്ടിലുള്ളതല്ലേ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണ്ട. വീട്ടിലേക്ക് പോകാൻ പോകുന്നു. ഇല്ല, വേറെ ഒരു സംഭവങ്ങളുണ്ട്. ഇത്ര ഉണ്ടോ? വീടെടുക്കണം. ഞാനും ഇറങ്ങാൻ പോവാണ്. നിന്ന് ചെയ്താൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടുമായിരുന്നു അല്ലേ? ഇനി നിന്ന് ചെയ്യും. ബൈ. ഞാൻ പോകുന്നു. എങ്ങോട്ടേലും പോവാ. അക്കയുടെ ഫോണിലെടുത്തപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു അക്ക അല്ലേ? അത് ഇതിലാ ഭംഗി. എല്ലാം എനിക്ക് രണ്ടു ദിവസത്തെ തന്നെ. അക്കയുടെ ഫോണിൽ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ചോക്ലേറ്റിന്റെ സൈഡിലോട്ട് പോയി വെച്ച് അക്ക ഒരിക്കലും അക്കയുടെ ഫോണിൽ എടുക്കൂല ഗൈസ്.
പിന്നെ അനാവശ്യമായിട്ടുള്ളത് അതും ഇതുമൊക്കെ വലിച്ചാരി കേൾക്കണ്ട ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് അതുകൊണ്ട് അവസാനം വീഡിയോ ഒന്നുമില്ല, വ്ളോഗില്ല. അറ്റ്ലീസ്റ്റ് ഒരു 14 minutes പക്ഷെ ഇതിന് കൊള്ളാം. ഞാൻ കാണിച്ചു തരാമേ, ഇതിന് ശേഷം കാണിച്ചു തരാം. എവിടെ പോണം? ശരി, ഒക്കെ സീരിയസ് ആയിട്ട് നീ പറയുന്ന വിചാരിച്ചത്. ആകെ ഇഷ്ടമുള്ള ഫോട്ടോ കിട്ടിയാ വാ പോവാ. അക്കെ ഒറ്റയ്ക്ക് എടുത്താൽ മാത്രമേ ഈ സംസാരിക്കാൻ പറ്റൂല. ശരി, എന്ത് സൂം ഔട്ടാവാത്ത എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാനെല്ലാവരും വിചാരിക്കുന്നത് ഞാനൊരു യൂട്യൂബറാണ്. തുപ്പിത്തരണ ഗിഫ്റ്റ് എവിടെയും തപ്പി പിടിക്കാൻ വാ. പറയണ കൊച്ചിൻ്റെ ഉണ്ടാകും. അടുത്ത് വാ, അടുത്തോട്ട് വരാൻ. എന്തീ വാങ്ങുന്നുണ്ടോ? ഇല്ല, നല്ല വെറൈറ്റി ആയിരിക്കും അതിന്. ഒക്കെ പെട്ടെന്നൊരു പണക്കാരിയാവും. എന്നിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ, ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാൻ. നോക്കൊക്കെ ഡ്രസ്സ്. അയ്യോ, ഇവിടെ നിന്ന് ഫോട്ടോ കൊള്ളായിരിക്കും. ഇങ്ങനെ നീ തല പാതിയാ, ഇത്രയും ഡിസ്റ്റൻസ് നീങ്ങുന്നു. ഇത് മങ്ങിയിരിക്കുന്ന ക്യാമറ. ഓക്കെ, പറ. നമ്മൾ വളരെ അപ്രത്യക്ഷമായ പ്രൊമോഷൻ നേടിയെടുക്കാനുള്ള ചാൻസ് കിട്ടി. അതെ, അതിൻ്റെ ഫ്രീ. പറ എന്തോന്ന് പറ. അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വന്നപ്പോൾ പെട്ടെന്നൊരു ഫ്രീ പ്രൊമോഷൻ. അതാണിപ്പോൾ കുറച്ച് മുമ്പ് കാണിച്ചത്. നമ്മൾ പ്രൊമോഷൻ വീഡിയോക്ക് ഹെൽപ്പ് ചെയ്തു. അത്രേ ഉള്ളൂ. പെട്ടെന്ന് പറയാൻ പറ്റും, വലിയൊരു ജസ്റ്റ് വീഡിയോക്ക് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫ്രീ മജിഷൻ, ഫ്രീ ഫുഡ്. ആരൊക്കെ ഫേമസ് ആണ്. കൊള്ളാമോ കൃഷ്ണ? ഒക്കെ എന്ത് പറയാൻ പോണേ? ഞാൻ എന്താ പറഞ്ഞു? ഫ്രീ മജിറ്റ കുടിക്കണേന്ന്. അപ്പോൾ ആലോചിച്ച് നോക്ക്, അപ്പോൾ റിവ്യൂ ഇടണം അതിനെ പറ്റി. വലിയ റിവ്യൂ ഒന്നും ഇല്ലെങ്കിൽ കിട്ടുമല്ലോ 1000 എങ്കിലും. കൊള്ളാമോ? ഇഷ്ടപ്പെട്ടാനൊക്കെ? അപ്പോൾ അതൊക്കെ എന്താ പറയാൻ പോണേ? ഞങ്ങളങ്ങനെ 3 വീഡിയോ ചെയ്ത് അതിൽ ഒരെണ്ണം കങ്കണ ചെയ്ത്. കാരണം എന്നെ കൊണ്ട് പറ്റുന്നതിന് മനസ്സ് പറഞ്ഞു ഒരു ദിവസം എന്നെ കൂടെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ കങ്കണ സെറ്റ് എന്തായാലും ഇനി ഒരു വീഡിയോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടന്മാർ അതും കൂടെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വെച്ചു. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ല. അതെ, ഫ്രീ ആയിട്ട് കഴിച്ചു കഴിഞ്ഞ് വന്നിരുന്നത് ഫ്രീ ആയിട്ട് ഫുഡ് ഇടുന്നത് അതേ കിടക്കുന്നതാണ്. അങ്ങനെ ഫ്രീ ഫുഡ് പ്രൊമോഷൻ വീഡിയോ ഫുഡ് കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ഇടും. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഒട്ടും ഭയങ്കര അടിപൊളിയായി. വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ വിളിച്ച് കങ്ങനെടുത്തായിരിക്കും. നൈസായിരുന്നു. പക്ഷേ നമുക്കിനി എങ്ങോട്ട് പോകണം? ഏറ്റവും താഴെ പോകണം. കഴിച്ച് ലിഫ്റ്റ് തോ അവിടെയുള്ള. നമുക്കിനി ഏറ്റവും താഴെ പോകണം, നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോകാൻ സമയമായി ഗായ്സ്. പ്രൊമോഷൻ വീഡിയോ എടുത്ത സമയം പോയി. അതെ, നല്ല എക്സ്പീരിയൻസ്. ഫ്രീ ഫുഡ് അതാണ് വെയിൻ. അത് എന്തൊരു ഫുഡ് എനിക്ക് കാര്യം ചോദിക്കുന്നത്. ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഫുഡ് കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ട് ഓക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അവരോട് വീഡിയോ എടുത്തപ്പോൾ ഒരു ഇത് തോന്നിയില്ല, ഒരു തോന്നിയില്ല. നമ്മളൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അവർ ഇങ്ങനെ വാങ്ങി അത് വാങ്ങി ഇത് വാങ്ങി. ഇപ്പോൾ നമ്മൾ ഇതൊക്കെ തന്നെ പ്രൊമോഷൻ്റെ ആ ഒരു ഭാഗമായിട്ട് ഒരു ചിപ്സ് എടുത്ത് അപ്പോഴത്തേക്കും നമ്മൾ ഇഷ്ടമുള്ളത് പറഞ്ഞോളാം പറഞ്ഞു. പേര് തന്നെ അൽബേക്ക്. നൈസ് ആയിരുന്നു. നൈസ്. ഇവിടെ കൊള്ളാം. സോ വീട്ടിൽ പോകാം. ബൈ. അനിയത്തിക്ക് കുറച്ച് ഭംഗി കൂടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റണ്ടാവും. എല്ലാവരും എന്നല്ല, എന്നാലും കുറച്ച് പേര് അങ്ങനെ നോക്കിക്കൊണ്ട് അത് ഭയങ്കര ഒബ്വിയസ് ആയിരുന്നു. അത് ഭയങ്കര ഒബ്വിയസ് ആയിട്ട് അവളെ ഇങ്ങനെ നോക്കി പോകണം എല്ലാവരും. ആറ്റിറ്റ്യൂഡ് മാക്സ് എന്നെ കൊണ്ട് വെച്ചിട്ട് ഞാൻ കണ്ടപ്പോൾ തന്നെ എന്നിട്ട് തിരിഞ്ഞു നോക്കുന്നു. ഞാനിങ്ങനെ പക്ഷെ ഞാൻ നോക്കിയല്ലോ, എനിക്ക് തിരി വരുമല്ലോ. അപ്പം ഞാൻ
ബൈ. ഞങ്ങൾ പണ്ട് കുഞ്ഞിലെ താമസിച്ചിരുന്ന വീടൊക്കെ കാണിച്ചു. വീട് കാണിച്ചു തരാൻ പറ്റില്ല, ചുമ്മാ അതിൻ്റെ ചുറ്റുപാട് കാണിച്ചു തരാം. കണ്ട ഇവിടെ നമ്മൾ താമസിച്ച താഴത്തെ വീട്ടിൽ ആ ഗേറ്റ് കഴിഞ്ഞ് പോകണം. തരുന്ന റൂട്ട് അവിടെ മറ്റേ മീനാക്ഷി ഉണ്ട്. പിന്നെ നമ്മളാ പണ്ടത്തെ സ്കൂളിൽ പോകുന്ന ടൈം ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഓടും. വീട്ടിൽ നിന്ന് അങ്ങ് ഓടും. കാരണം എന്നും ലേറ്റാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ബസ് നിർത്തും. ഞങ്ങൾ എപ്പോഴും ഇവിടെ ഓടി വരും. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലം. സത്യം പറഞ്ഞ വരാൻ നമ്മൾ ബസ് വന്നിട്ടില്ല, നമ്മളിവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കാലം. അതൊക്കെ ഒരു കാലം. വലിയ കുട്ടികൾ ഒരു വീട് കാണിച്ചു തരാം. ഈ റൂട്ട് തന്നെ അതല്ല, ഞങ്ങളെല്ലാം ഈ ഒരു ഏരിയ ഇതാണ് കാണിച്ചു തരാം. അത് ഇങ്ങനെ ഈ വഴിയേ പോകും. ഈ വഴിയാണ് പോകുന്നത്. നമ്മളെ ഒരു കാലം ഒരു ഐ ഗസ് 9th വരെ. അതെ, അത് വേറൊരു വീട്. കേൾക്കാമോ? അപ്പം നമ്മൾ ഏതൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടോ, നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തൊരു കട ഉണ്ടാവണേന്ന്. അത് തന്നെ. പക്ഷേ ഇതുവരെ ഉണ്ടായ അനുഭവത്തിൽ നമ്മളെപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിൽ മാറണോ അപ്പം അവിടെ അടുത്തൊരു കട വരും അല്ലേ? അത് തന്നെ. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ രണ്ടാമത് കാണിച്ച വീട്ടിൻ്റെ തൊട്ടടുത്ത് കടയില്ലായിരുന്നു. ഇപ്പം കട വന്നവിടെ. അതെ, ഇതാണ് എൻ്റെ ടോണി. ഇത് അമ്മിനി. ഇത് പൂപ്പി. പാറു എങ്ങനെയുണ്ടായിരുന്നു ഇത്ര നേരം വെറുതെ ഇരുന്ന്? ഞങ്ങൾ ഫോണെന്ന് കണ്ടുകൊണ്ടിരുന്നു. ഇവര് എൻ്റെ വീട്ടിൽ വന്നു ഗൈസ്. ഇവനെന്ത് പറ്റിയേ? ക്യാമറ കാണിക്കാനാണോ ടോണി? കണ്ടില്ലേ ചാട്ടം? നമുക്ക് ഇതൊക്കെയാണ് എടുക്കണം. വാട്ട് ആർ യു ഡൂയിങ്? അക്ക ഞാൻ ഇത്ര സെലിബ്രിറ്റി ആയതല്ലേ ഇന്ന്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇങ്ങനെ ഇരിക്കും ചെയ്യണം. ഓക്കെ, ഇന്നത്തെ കഥ ഇത്രയൊക്കെ ഉള്ളൂ. See you guys in my next vlog. Video vlog. Oh, yeah. Okay, bye Varama. Guys, bye. And last ആയിട്ട് ഞങ്ങളുടെ ഫോട്ടോസ്. നിങ്ങളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആൻഡ് ബൈ, see you in my next vlog.